നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും പി ബ്ലോക്കിലെ ഒരു ടോപ്പിക് തന്നെയാണ്. പി ബ്ലോക്കിലെ സിലിക്കോൺസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിലിക്കോൺസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉള്ള പ്രിപ്പറേഷൻ ആണ് എന്ന് പറയുന്നത്. സിലിക്കോണിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് സിലിക്കോണുകൾ എന്നും അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും അതിന്റെ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലിക്കോൺസിനെ പറ്റിയാണ്. സിലിക്കോൺസ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ആണ്. എന്താണ് ഈ പോളിമറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന വലിയ വലിയ മോളിക്യൂളുകളാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പോളിമർ എന്താണെന്നുള്ള ബേസിക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ മുത്തുകൾ ചേർത്ത് വെച്ച് ഒരു വലിയ മുത്തുമാല ഉണ്ടാക്കുന്നത് പോലെ, ചെറിയ മുത്തുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ചൊരു വലിയ മുത്തുമാല ഉണ്ടാക്കുന്നത് പോലെ ചെറിയ കുറച്ച് മോളിക്യൂളുകളെ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന വലിയ മോളിക്യൂളുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. അതിലെ ഓരോ യൂണിറ്റുകളെയും അല്ലെ ഓരോ ബിൽഡിംഗ് ബ്ലോക്കുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമറുകൾ. ഓർത്തു വച്ചിരിക്കണം. പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ molecules with higher molecular mass is called polymer. Polymer is composed of smaller repeating units called monomer. അപ്പോ സിലിക്കോണുകൾ എന്ന് പറയുന്നത് പോളിമറുകളാണ്. അപ്പോൾ സിലിക്കോണുകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വലിയ വലിയ മോളിക്യൂളുകളായിരിക്കും. അതുപോലെ തന്നെ സിലിക്കോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചില കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകൾ കൊണ്ടായിരിക്കും. ഈ കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മോണോമർ എന്നാണ്. ഇവിടെ സിലിക്കോണുകൾ എന്ന് പറയുന്ന പോളിമറുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മോണോമറുകളുടെ ഫോർമുലയാണ് R2SiO യൂണിറ്റുകൾ. അപ്പോൾ R2SiO യൂണിറ്റുകൾ, R എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഥൈൽ, ഈഥൈൽ, മീഥൈൽ എന്ന് പറഞ്ഞാൽ CS3 ഗ്രൂപ്പ്, ഈഥൈൽ, C2H5 ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? R എന്ന് വിളിക്കുന്നത്. R2SiO വരുന്ന R2SiOയുടെ കുറച്ച് യൂണിറ്റുകൾ ആൽക്കൈൽ, സിലിക്കൺ, ഓക്സിജൻ, ആൽക്കൈലും സിലിക്കണും ഓക്സിജനോട് ചേർന്ന ഗ്രൂപ്പുകളാണ് നമ്മുടെ മോണോമർ യൂണിറ്റുകളായി വരുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പോളിമറുകളാണ് എന്ന് പറയുന്നത് സിലിക്കോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിലിക്കോണുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് ഈ R2SiO എന്നുള്ളത് ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സിലിക്കോണുകൾ നിർമ്മിക്കാനായിട്ട്, സിലിക്കോണുകൾ എന്ന് പറയുന്നത് വലിയ പോളിമർ മോളിക്യൂളുകളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോമീഥൈൻ എടുക്കും. ക്ലോറോമീഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കും. ക്ലോറോമീഥൈന്റെ ഫോർമുല CH3Cl എന്നാണ്. സോ ക്ലോറോമീഥൈൻ എടുത്തതിന് ശേഷം അതിനെ നമ്മൾ സിലിക്കൺ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് ചേർത്ത് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ചുമ്മാ ഹീറ്റ് ചെയ്താൽ പോരാ, 573 കെൽവിനിൽ ഹീറ്റ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ. കോപ്പർ പൊടിയുടെ സാന്നിധ്യത്തിൽ, കോപ്പർ പൗഡറിന്റെ സാന്നിധ്യത്തിൽ സിലിക്കണും ക്ലോറോമീഥൈൻ എന്ന് പറയുന്ന CH3Cl ചേർത്ത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 2 CH3Cl മോളിക്യൂളുകൾ സിലിക്കണുമായിട്ട് ചേർന്നാണ് ചൂടാവുന്നത്. ചൂടാവുന്ന സമയത്ത് CH3 ടോയ്സ് SiCl2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാവും. ക്ലിയർ ആണ്? 2 CH3യും 2 Cl, 2 CH3Cl, 2 CH3 ഉണ്ട്, 2 Cl ഉണ്ട്. ആ 2 CH3യും 2 Clയും കൂടെ സിലിക്കണിനോട് ചേരുമ്പോൾ CH3 ടോയ്സ് SiCl2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആയിട്ട് മാറും. സാധാരണ നമ്മൾ SiH4 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SiH4നെ വിളിക്കുന്ന പേര് സിലൈൻ എന്നാണ്. ഈ SiH4 എന്ന് പറയുന്ന മോളിക്യൂളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം 4 ഹൈഡ്രജന് പകരം 2 CH3 2 Cl വന്നിരിക്കുന്നു അല്ലെ. സിലൈൻ എന്ന് പറയുന്ന മോളിക്യൂളിലെ 4 Hന് പകരം 4 വേറെ ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈൻ എന്ന് വിളിക്കും. ഓർക്കുക, ക്ലോറോമീഥൈന്റെ 2 മോളിക്യൂളുകൾ സിലിക്കണുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈനെ അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈൻ എടുത്തതിന് ശേഷം അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോളിസിസ് നടത്തും. വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോളിസിസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈനിലേക്ക്
ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് 2 മോളിക്യൂൾ വാട്ടറുമായിട്ടാണ് ഈ ഒരു മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നത്. 2 മോളിക്യൂൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടറിൽ ഒരു എച്ച് ഒരു ഒ എച്ച് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ 2 വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ 2 എച്ചും ഉണ്ടാവും, 2 ഒ എച്ചും ഉണ്ടാവും. ക്ലിയർ ആണ്? ഒരു വാട്ടറിൽ ഒരു എച്ചും ഒരു ഒ എച്ചും ഉണ്ട്. സോ 2 വാട്ടർ മോളിക്യൂളിൽ 2 എച്ചും 2 ഒ എച്ചും ഉണ്ടാവും. ഈ 2 എച്ചും വാട്ടറിലെ 2 എച്ചും ഇവിടുത്തെ 2 CLും കൂടെ ചേർന്ന് 2HCl ആയിട്ട് അങ്ങ് പോകും. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അതങ്ങ് റിമൂവ് ചെയ്ത് പൊക്കോളും. ഇനി ബാക്കിയുള്ള ഈ OH ഈ 2 ക്ലോറിന്റെ സ്ഥാനത്തായിട്ട് വന്ന് കയറും. അപ്പോൾ എന്താവും? CS3 ടോയ്സ് SI OH ടോയ്സ് എന്നായിട്ട് മാറും. ക്ലിയർ ആണ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലൈൻ എന്ന് പറയുന്ന മോളിക്യൂളുകളെ ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഡൈമീഥൈൽ 2 CS3 ഉണ്ട്, 2 CL ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്യുകയോ ഹൈഡ്രോളിസിസ് നടത്തുകയോ ചെയ്താൽ വാട്ടറിലെ എച്ചും CLും കൂടെ ചേർന്ന് HCl ആയി പോവുകയും ബാക്കിയുള്ള 2 OH CLന്റെ സ്ഥാനത്ത് കയറി ഈ ഒരു കോമ്പൗണ്ട് ആയി മാറുകയും ചെയ്യും. നോക്കേണ്ട കാര്യം, ഇവിടെ SIയിൽ 2 CS3യും 2 OH അറ്റാച്ച് ചെയ്തിരിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ചിത്രം നമുക്ക് വരയ്ക്കാം. SI 2 CH3 2 OH. ഇതിന്റെ തന്നെ കുറേയധികം മോളിക്യൂളുകൾ പരസ്പരം റിയാക്ട് ചെയ്യും. SI 2 CH3 2 OH. അടുത്തൊരു മോളിക്യൂൾ SI CS3 CS3 OH OH. ഇങ്ങനെ കുറേയധികം മോളിക്യൂളുകൾ പരസ്പരം എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. പ്ലസ് എക്സെട്ര. ഇവിടെയും പ്ലസ് എക്സെട്ര ഇടുക. റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തോ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത മോളിക്യൂളുകളിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്യും. ഒന്നിൽ നിന്ന് OHും തൊട്ടപ്പുറത്തു നിന്നുള്ള എച്ചും കൂടെ ചേരും. എച്ചും OHും ചേർന്നാൽ എന്താവും? H2O ആവും. ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടെ നിന്ന് ഒരു OHും ചേർന്നാലും എന്താവും? H2O ആവും. ഇവിടെ നിന്ന് എച്ച് പോവും, അപ്പുറത്തൊരു മോളിക്യൂൾ തൊട്ടപ്പുറത്തൊരു മോളിക്യൂൾ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു OH പോവും, ഇവിടെ നിന്നും എച്ച് പോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വാട്ടർ മോളിക്യൂളുകൾ റിലീസ് ചെയ്യും. വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. നമുക്ക് എത്ര വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്ന അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് N വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുമെന്ന് കൊടുക്കാം. അറിഞ്ഞൂടാത്തോണ്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോ SI CS3 OH OH എന്ന് പറയുന്ന മോളിക്യൂളില് കുറേയധികം മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നപ്പോൾ ഒന്നാമത്തിലെ എച്ചും അടുത്തതിലെ OH ചേർന്ന് വാട്ടർ ആയി പോയി, എച്ചും OH ചേർന്ന് വാട്ടർ ആവുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോളിക്യൂളുകളുടെ ഇടയിൽ നിന്ന് വാട്ടർ മോളിക്യൂളുകൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ബാക്കിയുള്ള മോളിക്യൂളുകൾ ബാക്കിയുള്ളതെല്ലാം കൂടെ പരസ്പരം ചേരും. അപ്പോൾ എങ്ങനെയാവും? SI CS3 O ബോണ്ട് OH വെച്ചിട്ട് വാട്ടർ ആയി പോയി, ഇവിടെ OI കണക്ട് ചെയ്യും. O SI CS3 O. ക്ലിയർ അല്ലേ? ഈ O വന്ന് ഈ സിലിക്കണിൽ അറ്റാച്ച് ചെയ്യും. SI CS3 O. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു പോളിമറിനെ, കണ്ടിന്യൂ ചെയ്ത് പോകുന്ന മോളിക്യൂളുകളെ നമ്മൾ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പോളിമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിലൈനുകൾ എന്ന് വിളിക്കുന്നത്. സിലൈനുകളല്ല, സിലൈനുകളിൽ നിന്നുണ്ടായ പോളിമറുകളായിട്ടുള്ള സിലിക്കോണുകൾ എന്ന് വിളിക്കുന്നു. ഈ സിലിക്കോണുകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു യൂണിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നോക്കൂ, OSI CS3 OSI CS3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. CS3 രണ്ടെണ്ണം SiO എന്ന് പറയുന്ന യൂണിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് CS3 ടോയ്സ് SiO എന്ന് പറയുന്ന മോണോമർ യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. CS3 ടോയ്സ് SiO എന്ന് പറയുന്ന മോണോമർ യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം CS3 എന്ന് പറയുന്ന മീഥൈൽ ഗ്രൂപ്പ് അല്ലെ, മീഥൈൽ എന്ന് പറയുന്നത് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. സോ CS3ക്ക് പകരം നമുക്ക് R2SiO എന്ന് കൊടുക്കാം. CS3ക്ക് പകരം R എന്ന് കൊടുത്തു. സോ CS3 ടോയ്സ് SiOക്ക് പകരം എന്ത് കൊടുത്തു? R2SiO യൂണിറ്റുകൾ. ഓർത്ത് വെച്ചിരിക്കുക, R2SiO യൂണിറ്റുകൾ ചേർത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ CS3 ടോയ്സ് SiO യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഈ വലിയ മോളിക്യൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിലിക്കോണുകൾ എന്ന് വിളിക്കുന്നത്.
ഈ സിലിക്കോണുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കുറേയധികം CS3 ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ഒരു CS3, ഇവിടെ ഒരു CS3, ഇവിടെ ഒരു CS3, ഇവിടെ ഒരു CS3. ഇതിന് ചുറ്റും ഈ ഒരു ചെയിനിന് ചുറ്റുമായിട്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒരുപാട് CS3 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ പ്രത്യേകത, ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം ഹൈഡ്രോഫോബിക് ആണ്. എന്താണ് ഈ ഹൈഡ്രോഫോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഹേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വാട്ടർ, ഹൈഡ്രോ എന്ന് വാട്ടർ, ഫോബിക് എന്ന് ഹേറ്റിംഗ് എന്നാണ്. വാട്ടർ ഹേറ്റിംഗ്, അതായത് വാട്ടർ റിപ്പലന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വാട്ടർ റിപ്പലന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് എന്ന് പറയുന്നത് ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും വെള്ളത്തിലൊന്നും ഡിസോൾവ് ആകത്തില്ല. വാട്ടറുമായിട്ട് യാതൊരുവിധ റിയാക്ഷനും ഇല്ല. വാട്ടർ കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ഇതിനകത്തുള്ളത്. സോ വാട്ടർ റിപ്പലന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വസ്തുവിന് സ്റ്റെബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണെന്ന് പറയാം. വെള്ളത്തിലൊന്നും വീണ് കഴിഞ്ഞാൽ ഒന്നും എന്ത് ചെയ്ത് പോകത്തില്ല, ചീത്തയായി ഒന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഗ്രീസ് അതേപോലെ തന്നെ GREAS, ഗ്രീസ്, അതുപോലെ സീലന്റുകൾ, സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വസ്തു സിലിക്കോണുകളാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഈ സിലിക്കോണുകളുടെ പ്രത്യേകത, ഇതൊരു വലിയ മോളിക്യൂൾ ആയതുകൊണ്ട്, ഒരു പോളിമർ ചെയിൻ ഉള്ള മോളിക്യൂളുകൾ ആയതുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. തെർമൽ സ്റ്റെബിലിറ്റിയും ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. തെർമൽ സ്റ്റെബിലിറ്റി, ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റി, അതായത് തെർമലി പെട്ടെന്നൊന്നും ഇത് ഇല്ലാതായി പോകത്തില്ല. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലും ഇത് പെട്ടെന്നൊന്നും എന്ത് ചെയ്ത് പോകത്തില്ല, ഇല്ലാതായി പോകത്തില്ല. ഹൈ ടെമ്പറേച്ചറിൽ വരെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഒരു കോമ്പൗണ്ടിന് ഉണ്ട്. ക്ലിയർ ആണ്? അപ്പൊ സീലന്റ്, ഗ്രീസ്, ഇൻസുലേറ്ററുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഈ സിലിക്കോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു കാരണവശാലും പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല. ഹൈ സ്റ്റെബിലിറ്റി ഉള്ള മോളിക്യൂൾസ് ആണ് എന്ന് പറയുന്നത് സിലിക്കോണുകൾ എന്ന് പറയുന്നു. ക്ലിയർ ആണ്? ഈ സിലിക്കോണുകളുടെ ചെയിൻ ലെങ്ത് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സിലിക്കോണുകളുടെ ചെയിൻ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ സിലിക്കോണിലെ ഒരു മോണോമർ യൂണിറ്റ് അവസാനം ചേരുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് എങ്ങനെയാണ്? Si, CS3, OH. ഇപ്പോൾ ചെയിൻ ലെങ്ത് ഇവിടെ കൊണ്ട് നിർത്തണം. ഇപ്പോൾ കുറേയധികം മോളിക്യൂൾസ് ഇങ്ങനെ ചേർന്ന് ഇതിന്റെ തന്നെ കുറേയധികം മോളിക്യൂൾസ് ഇവിടെ ചേർന്ന് വരികയാണെന്ന് വെച്ചോളൂ. ചെയിൻ ലെങ്ത് ഇവിടെ കൊണ്ട് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ ചേർത്ത് കൊടുക്കും. ആ മോളിക്യൂളിന്റെ പ്രത്യേകത, അതിൽ ഒരു OH ഗ്രൂപ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നെല്ലാം ബോണ്ട് ഉണ്ടായി വരുമ്പോൾ ഇവിടെ നിന്ന് H പോവും, O ആവും അല്ലെ. ഇവിടെയൊക്കെ മോളിക്യൂൾസ് ഉണ്ട്. ഇതേ മോളിക്യൂൾസ് തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ H പോയിട്ട് ഇവിടെ ബാക്കി O മാത്രമുണ്ട്. Si ഉണ്ട്, CS3 ഉണ്ട്. പിന്നെ ഇവിടുത്തെ OHലെ Hഉം ഈ OH കൂടെ ചേർന്ന് എന്തായിട്ട് പോകും? വാട്ടർ ആയിട്ട് പോകും. സോ O വഴി കണക്ട് ചെയ്യുന്നു. O, Si, CS3 അല്ലേ. ഇപ്പൊ എന്താ പറ്റിയേ? ഇനി ഒരു മോളിക്യൂള് ഇതിന്റെ ഒരു മോളിക്യൂളൂടെ വന്ന് റിയാക്ട് ചെയ്യാനായിട്ട് ഇവിടെ OH ഗ്രൂപ്പ് ഇല്ല. Si, CS3 ചെയിൻ ലെങ്ത് കൂട്ടണമെങ്കിൽ ഈ ഒരു മോളിക്യൂൾ പിന്നെ ഒരു മോണോമറൂടെ വന്ന് ഇതിന്റെ കൂടെ ചേരലേ ചെയ്യേണ്ടത്. പക്ഷേ ഈ വേറൊരു മോണോമറൂടെ വന്നാലും ഇവിടെ റിയാക്ഷൻ നടക്കത്തില്ല. കാരണം ഇവിടെ OH ഗ്രൂപ്പ് ഇല്ല. ഇവിടെ ഏത് ഗ്രൂപ്പേ ഉള്ളൂ? CS3 ഗ്രൂപ്പേ ഉള്ളൂ. അതുകൊണ്ട് ആ റിയാക്ഷൻ അവിടെ കൊണ്ട് നിൽക്കും. ചെയിൻ ലെങ്ത് അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പൊ ചെയിൻ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് സിലിക്കോൺസ് എത്ര നീളത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. എവിടെയാണോ റിയാക്ഷൻ നിൽക്കേണ്ടത് അവിടെ ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ മോളിക്യൂൾസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ റിയാക്ഷൻ അവിടെ കൊണ്ടങ്ങ് നിൽക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോ സിലിക്കോണുകളെ ഉണ്ടാക്കുന്നത് R2SiO യൂണിറ്റുകളുടെ പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ്. എന്താണ് ഈ പോളിമറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മോണോമറുകൾ ചേർന്ന് വലിയ വലിയ പോളിമറുകൾ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പൊ സിലിക്കോണുകളുടെ ഉപയോഗവും പ്രോപ്പർട്ടീസും പ്രിപ്പറേഷനുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിനി ഈ ചാപ്റ്ററിൽ ആകെ ഉള്ള ഫോക്കസ് ഏരിയയിലുള്ള ബാക്കിയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കാർബണിന്റെ അലോട്രോപ്പ് ആണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ എന്ത് ചെയ്യും? കവർ ആവും. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. മാക്സിമം നമ്മൾ പോർഷൻസ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. എല്ലാ ക്ലാസ്സുകളും
അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാ ചാപ്റ്ററുകളും പോസ്റ്റ് ചെയ്യും. എല്ലാ ചാപ്റ്ററുകളും കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ശരി. അപ്പൊ അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.